ഹായ് നോക്കൂ, എന്നെയും എൻ്റെ ഫാമിലിയെയും ഒളിപ്പിച്ച് ആ അമ്മ വളർത്തിയെടുത്ത 4 മക്കൾ. ആരും കാണാൻ ചാൻസ് ഇല്ല കൂടുതൽ. ആദ്യമായിട്ട് മാമൻ്റെ മുന്നിൽ പെട്ടതാണ് കേട്ടോ. മക്കളൊക്കെ ഒരുവിധം വലുതായിട്ടുണ്ട്. എന്താ സ്നേഹം പിടിച്ച മക്കളാണെന്നറിയോ. ഒരു 10 നിമിഷത്തിനുള്ളിൽ തന്നെ മാമനോട് വളരെ സ്നേഹം കാട്ടി കൂടിയ മക്കളാണ് നിങ്ങൾ ഈ കാണുന്നത്. യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ കണ്ടുമുട്ടിയ ഒരു ദിവസമാണിന്ന്. വെളുപ്പ രാവിലെ ഒരു 4 മണിയായി കാണും. പിള്ളേർ ഈ സൈഡിൽ തന്നെ ഓടിക്കളിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടതാണ്. അപ്പോൾ വ്യക്തമായിട്ട് കാണാൻ പറ്റിയില്ല. അങ്ങനെ അടുത്തോട്ട് ചെന്നപ്പോഴാണ് 4 സുന്ദരി മക്കളും ഒരേപോലുള്ള കളറുമായിട്ട് ചെറിയ പുലിക്കുട്ടിയുടെ കളറൊക്കെ അടിച്ചങ്ങനെ ചാടി കളിക്കുകയായിരുന്നു. അമ്മയും അടുത്തുണ്ടായിരുന്നു. ഈ കാണുന്ന ഫാമിലി എവിടെയാണ് താമസമെന്ന് കറക്റ്റ് എനിക്കറിയില്ല. എന്തായാലും ഈ അടുത്തെവിടെയോ ആണ്. അമ്മ വളരെ സ്നേഹത്തോടെ എന്നോട് കൂട്ടുകൂടിയിട്ടുണ്ട്, അതുപോലെ മക്കളും. അങ്ങനെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഇത്രയും നാളായിട്ട് ഈ മക്കളെ അമ്മയെ ഇതുവരെ കാണാൻ പറ്റിയില്ലല്ലോ, ഇത് എവിടെയായിരുന്നു എന്നൊക്കെ ഓരോന്ന് ആലോചിച്ചു. കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇവർക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കാമെന്നും പറഞ്ഞിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവരിവിടെ ഇല്ല കേട്ടോ. എങ്ങോട്ട് മാറിപ്പോയെന്നറിയില്ല. അപ്പോൾ അതിന് മുമ്പേ ഉള്ള ഒരു വീഡിയോയാണ് നമ്മൾ എടുത്തു വെച്ചിരുന്നത്. അതുപോലെ തന്നെ പിള്ളേരുടെ കളി, ഒരുപാട് സന്തോഷം തരുന്ന കളികളാണ് പിള്ളേർ കാണിക്കുന്നത്. വളരെ നേരം പോക്കായിരുന്നു. ഞാൻ കുറേ സമയം പിള്ളേരെടുത്തിരുന്നു. പെട്ടെന്ന് തന്നെ ഇണങ്ങുകയും, പേടിയെന്ന് പറഞ്ഞാൽ ഈ 4 മക്കൾക്ക് എന്താണെന്നറിയില്ല, അത്ര നല്ല കമ്പനി ആയിട്ടുണ്ട്. ഒരു 10 നിമിഷം പോലും കൂട്ടുകൂടാൻ എനിക്ക് വേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ കമ്പനിയാവുകയും അതുപോലെ തന്നെ നല്ല ഇണക്കം കൂടിയ മക്കളായി മാറുകയും ചെയ്തു. ഞാൻ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. എന്നെ തൊടുകയും എൻ്റെ അടുത്ത് വരികയും എന്ന് വേണ്ട നല്ല സ്നേഹമുള്ള മക്കൾ തന്നെയാണ്. ആദ്യമായിട്ടാണ് ഇവരുടെ വീഡിയോ നമ്മൾ കൊണ്ടുവരുന്നത്. ഇവരുടെ ചെറിയ 2 വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വലിയ വീഡിയോ ഒക്കെ ചെയ്യാൻ എനിക്ക് സമയം കിട്ടുന്നില്ല, അതാണ്. അതുപോലെ തന്നെ ഈ മിണ്ടാപ്രാണികളോട് ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്, ദുഷിച്ച മനസ്സുമായിട്ട്. അങ്ങനെയുള്ള കുറേ ആൾക്കാരെ ഞാൻ കണ്ടതാണ്. അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും ആഹാരങ്ങൾ കൊടുക്കാൻ ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ എന്തിന് കൊടുക്കുന്നു, ഇണക്കരുത് എന്നൊക്കെ 1-2 പേര് ഉപദേശിക്കാനായിട്ട് വന്നു. ഞാൻ എന്തു പറയാനാണ്, ഞാൻ അങ്ങനെ ആഹാരം കൊടുത്തിട്ട് അങ്ങ് പോവുകയും ചെയ്തു. അങ്ങനെയുള്ള കുറേ മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ ആണ് നമ്മളും പെട്ടിങ്ങനെ കിടക്കുന്നത്. കുറേ സ്നേഹമുള്ള ആൾക്കാരും സ്നേഹമില്ലാത്ത ആൾക്കാരും എല്ലാം കൂടി കിടക്കുകയാണ്. അതുപോലെ ആഹാരം കൊടുത്ത് പഠിപ്പിക്കരുത്, ഇതൊന്നും ശരിയല്ല എന്നും പറഞ്ഞിട്ട് ഒരു ഹിന്ദിക്കാരൻ വന്നിട്ട് കുറേ ഉപദേശങ്ങൾ തന്നു. അവനോടൊക്കെ ഞാനൊന്നും പറയാൻ നിന്നില്ല. എന്തോ ആയിക്കോട്ടെ, നമ്മളുടെ മനസാക്ഷി അനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്, ഞാൻ കൊടുക്കുന്നതാണ് അത്. എനിക്കതിൻ്റെ ഒരു സന്തോഷം കിട്ടുന്നുണ്ട് എന്ന് തോന്നിയിട്ട് ചെയ്യുന്നത്. ആ പറഞ്ഞ ആളിനെ ഞാൻ മനസ്സിലാക്കിയത് എന്തെന്നറിയോ, സ്വന്തം കുഞ്ഞുങ്ങളുടെ ആഹാരം പോലും അവനൊക്കെ വയറ് വിശന്നിരുന്നാൽ എടുത്ത് കഴിക്കുന്ന സ്വഭാവക്കാരാണ്. ആ കുഞ്ഞുങ്ങൾക്ക് പോലും കൊടുക്കാത്ത മനസ്സായിരിക്കും എന്നാണ് ഞാൻ മനസ്സ് വിചാരിച്ചത്. അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇത്രയും ദയനീയമായി നോക്കുന്ന ഈ പാവം കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് എന്നിവനൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ്റെയൊക്കെ മനസ്സലിയോ, പറയുന്നവർ പറഞ്ഞിട്ടേ ഇരിക്കും. അങ്ങനെ നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ നല്ല സന്തോഷ കളികളൊക്കെ മാമൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇനി ഇവർക്കൊക്കെ ഒരുപാട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ആഹാരങ്ങളൊക്കെ ഞാൻ കൊടുക്കും. ആരെന്ത് പറഞ്ഞാലും അവന്മാരൊക്കെ പറയുന്നത് നമുക്ക് കല്ലിവല്ലിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വില്ലിക്കുട്ടന്മാർ. ഇവിടെ 4 പേര് അട്ടിച്ച് പൊളിച്ച് കളിക്കുന്നുണ്ട്. ഷൂകളൊക്കെ തള്ളിയിട്ട്. ഈ ഇവിടെ താമസിക്കുന്നവർക്ക് അതൊരു ശല്യം തന്നെ ആയിരിക്കും. ഇതിൽ സ്നേഹമുള്ളവരുണ്ട്, സ്നേഹമില്ലാത്തവരുണ്ട്. ഇവിടെ ആഹാരം കൊണ്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. 1-2 പേരൊക്കെ ഇവിടെ ആഹാരങ്ങളൊക്കെ കൊണ്ട് വയ്ക്കുന്നുണ്ട്. ഞാനതൊക്കെ ശ്രദ്ധിച്ചായിരുന്നു. ഈ മക്കൾ എവിടെയാണ് താമസിക്കണം എന്നുള്ളത് അറിയില്ല. അതുപോലെ തന്നെ നൈറ്റിൽ ജോലി ആയതിൻ്റെ പേരിലേ ഉറക്കം എനിക്ക് വലിയ പ്രശ്നം തന്നെയാണ്. സത്യം പറഞ്ഞാൽ 5 മണിക്കൂർ പോലും ഉറങ്ങാൻ കിട്ടുന്നില്ല സമയം. അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിനും കൂടെയൊക്കെ ആലോചിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. എന്തായാലും ഈ ചൂട് മാറുന്നത് വരെ ഇങ്ങനെ പോയേ പറ്റൂ. അതുപോലെ തന്നെ ഈ പ്രായമെന്ന് പറഞ്ഞാൽ എന്ത് ചെന്ന് പിടിക്കട്ട്, ഏത് ചെന്ന് എടുക്കട്ട്, അങ്ങനെയുള്ള ഓരോരോ ആഗ്രഹങ്ങളാണേ ഈ കുഞ്ഞു പ്രായത്തിൽ. അങ്ങനെയുള്ള കളികളാണ് ഈ കുഞ്ഞുങ്ങളിവിടെ കാട്ടിക്കൂട്ടുന്നത്. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡുണ്ടല്ലോ, ഞാൻ ഈ പാക്കറ്റായിട്ട് ഇതിൽ ഷെയർ ചെയ്ത് വയ്ക്കാറുണ്ട് എല്ലാ വീഡിയോയിലും. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് വിലയൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും.
ഇഷ്ടമായാൽ മേടിക്കാം, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അങ്ങനെ ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ളവരൊന്ന് കയറി നോക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഓർഡർ ചെയ്ത് നല്ല നല്ല ഫുഡുകൾ കൊടുക്കാൻ പറ്റും. എന്നാലും ഇത്രയും കുരുത്തക്കേടുള്ള ഈ മക്കൾ എൻ്റെ കണ്ണിൽപ്പെടാതെ പോയല്ലോ. എനിക്കതാണ് ഇത്രയും വലുതായതിനു ശേഷമാണ് എനിക്ക് കാണാൻ പറ്റിയത്. ഞാൻ അല്ലെങ്കിൽ തന്നെ ഇവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് സമയം കിട്ടുമ്പോൾ റൗണ്ട് ചുറ്റും. ആ സമയങ്ങളിലൊക്കെ 1-2 പ്രാവശ്യം ഈ അമ്മയെ ഞാൻ കണ്ടതാണ്. എന്നാൽ എവിടെയും താമസമൊന്നും അറിയില്ല. തൊട്ടടുത്തായിട്ട് തന്നെ ആയിരുന്നു. എന്തായാലും ഇത്രയും വലുതായതിനു ശേഷമാണ് മാമന് കാണാൻ ഒരു ഭാഗ്യം ഉണ്ടായത്. അപ്പം നല്ല കളിക്കുന്ന പരുവായപ്പോഴാണല്ലോ നമുക്ക് കിട്ടിയതല്ലേ, അതൊരു നല്ല കാര്യമാണ്. പിള്ളേരുടെ പോലെ വേലത്തരങ്ങൾ കണ്ടില്ലേ, എന്താ കുരുത്തക്കടെന്നറിയോ അവിടെ കാണിച്ചു കൂട്ടുന്നത്. കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാലേ ഈ ഭാഗം വിട്ട് അവർ വേറെ സ്ഥലത്തേക്ക് പോവും. അതായത് ആഹാരങ്ങൾ എവിടെയാണോ കിട്ടുന്ന ആ ഭാഗത്തേക്ക് മാറും. ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളായതിൻ്റെ പേരിൽ ഇവിടെ തന്നെ കറങ്ങിക്കൂടി നിൽക്കും. ഇപ്പോൾ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഈ ഭാഗത്ത് മഷിയിട്ട് നോക്കിയാൽ കാണില്ല. ഇനി അവരെ കാണണമെങ്കിൽ പല വഴിക്ക് അവർ മാറിപ്പോകും. ആഹാരങ്ങൾ എവിടെയൊക്കെ കിട്ടുന്നോ ആ ഭാഗത്തിൽ ആ അമ്മ കൊണ്ടുപോകും. അങ്ങനെയാണ് ഇവിടുത്തെ ജീവിതങ്ങൾ. അങ്ങനെ പാവം കുഞ്ഞുങ്ങൾ, എന്താ പറയുക, 4 കുഞ്ഞുങ്ങളുമുണ്ട്. ഈ പിള്ളേരന്മാരിവിടെ കാണിച്ചു കൂട്ടുന്ന വേലത്തരങ്ങൾ അവർക്ക് തന്നെ അറിയില്ല. എന്താണോ കാണിക്കുന്നോ, എന്താണ് കാണിക്കേണ്ടതെന്ന് പോലും അറിയില്ല. അങ്ങനെയുള്ള കളികളാണ്. നല്ല സമയം കിട്ടുന്ന ഒരു കളിയാണ് കേട്ടോ ഈ മക്കൾ കാണിച്ചു കൂട്ടുന്നതേ. നോക്കിയേ, ആ 2 കൈയും നോക്കിയേ, അതിനകത്തിട്ടിട്ട് കാണിക്കുന്ന വിരൽ കണ്ടോ. പിടിക്കടാ, എൻ്റെ കൈ പിടിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. വെയിൽ കൂടുന്നതിന് മുമ്പേ ഇവിടെ നിന്ന് കളിച്ച് കൊതി തീർന്ന് മാറിപ്പോകണം. ചൂടെന്ന് പറഞ്ഞാൽ അപാരമാണ്. ഇപ്പോഴേ നല്ല ചൂടാണ്. അപ്പോൾ ഈ ചൂട് സമയങ്ങളിലൊക്കെ ഈ പിള്ളേരെ സമ്മതിക്കണം കേട്ടോ. ചൂടിലൊക്കെ പിടിച്ച് നിന്ന് പോകുന്നത്. ചൂടാകുമ്പോൾ ഇവരുടെ കണ്ണിനൊക്കെ വളരെ പ്രശ്നമുണ്ടോ മൂടിക്കെട്ടിയിട്ട്. 1-2 പേർക്ക് ഞാൻ ടിഷ്യൂ പേപ്പർ കൊണ്ട് വെള്ളം നനച്ചിട്ടേ കണ്ണ് തുടച്ച് കൊടുത്ത് ക്ലിയറാക്കി വിട്ടതാണ്. വീണ്ടും മൂടിക്കെട്ടും. അതുപോലെ തന്നെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് പിള്ളേരെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ പറ്റുന്നില്ല. അവരെ 1-2 വീഡിയോ ഇടുമ്പോഴാണ് നമുക്ക് അവരെ പറ്റി എന്തെങ്കിലും തമാശയൊക്കെ പറയാൻ തന്നെ തോന്നുന്നത്. ആദ്യ വീഡിയോ ആയതുകൊണ്ടാണ് ഇവരെ പറ്റി ഒരു കോമഡി ഒന്നും ചെയ്യാറുന്നത്. അപ്പോൾ അതുപോലെ 4 മക്കളെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും ഈ മക്കളെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെ കാണാൻ പറ്റിയാൽ നമുക്ക് ഇവരെ വീഡിയോ കൊണ്ടുവരാം. ഇതാ 4 മക്കളും ഓരോ പ്രായത്തിൽ കളിച്ച് വളർന്ന് ഇവിടെ നിൽക്കുകയാണ്. എന്ത് ഇനി കാണിക്കട്ടെന്നും പറഞ്ഞേ. നല്ല തമാശയാണ് മക്കൾ, സുന്ദരി കുട്ടികളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. സമയങ്ങളൊന്നുമില്ല. കുഞ്ഞുങ്ങളെ ഇതാ പരിചയപ്പെട്ടില്ലേ നമ്മളെല്ലാവരും. ഞാനും ആദ്യമായിട്ട് കണ്ടു. ഞാനിവരെ കാണുന്നതിന് മുമ്പേ ഇവിടെ കളി തുടങ്ങിയതാണ്. ഇതാ ഒരാൾക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ടോ, ഇരുന്ന് ഉറങ്ങുകയാണ്. ഇനി എല്ലാവർക്കും ക്ഷീണമാണ് കേട്ടോ. വെളുപ്പരാവിലെ 3 മണിക്കോ 2 മണിക്കോ ഒക്കെ എഴുന്നേറ്റുള്ള കളിയായിരുന്നു. ഇപ്പോൾ മണി 7:30 മണിയായി. ഇതുവരെ അവരെ കളി നിർന്നിട്ടില്ലായിരുന്നു. ഇനി അവനെ കൊണ്ട് പിടിച്ച് നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഉറക്കം വന്നു, സ്വപ്നവും വന്നു. അപ്പോൾ ഇനി അവരെ പറ്റിയുള്ളൊരു വീഡിയോ അടുത്തതിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ.